ലേണേഴ്സ് ലൈസൻസ് ഇല്ലാതെ പൊതുനിരത്തിൽ ഒറ്റയ്ക്ക് വാഹനം ഓടിക്കുന്നതോ സ്വയം ഓടിക്കാൻ പഠിക്കുന്നതോ ശിക്ഷാർഹമാണ്. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടുകൂടി ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ ശിക്ഷണത്തിൽ ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. അപകടം ഒഴിവാക്കും. ഫസ്റ്റ് ഗിയർ എന്താണെന്ന് അറിയണം. ഫസ്റ്റ് ഗിയർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പക്ഷെ ക്ലച്ച് അയക്കുന്നത് ഒന്ന് അയച്ചു കഴിഞ്ഞാൽ സ്പീഡ് ഓവർ ആകാതെ നിങ്ങൾക്ക് വാഹനത്തെ എടുക്കാനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് കരുതുന്നു. ഇനി നിങ്ങൾ ചെയ്യുന്ന രണ്ടാമത്തെ അബദ്ധമാണ് നിങ്ങളെ കാണിച്ചിരുന്നത്. ഈ വീഡിയോ ഒക്കെ ഡ്രൈവിംഗ് പഠിക്കുന്നവരും വാഹനം ഓടിക്കുന്നവരും തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ചില കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് സ്ഥിരമായിട്ട് വാഹനം ഓടിക്കുന്നവരായിക്കോട്ടെ, നിങ്ങൾക്ക് ഇതിൽ നിന്ന് പ്രയോജനകരമായിട്ടുള്ള അറിവുകൾ ലഭിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. കാർ ഡ്രൈവിംഗ് പഠിക്കുന്ന തുടക്കക്കാരും കാർ ഓടിക്കുന്നവരും ഫസ്റ്റ് ഗിയർ ഉപയോഗിക്കുമ്പോൾ ഡ്രൈവിംഗിൽ ചെയ്യുന്ന വലിയ 2 അബദ്ധങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത്. വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്നവര് ഡ്രൈവിംഗിൽ ഈ മിസ്റ്റേക്ക് ചെയ്യുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡ്രൈവിംഗിൽ ഒഴിവാക്കേണ്ട ഒരു കാര്യമല്ലേ. അതുപോലെ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ഒരു തുടക്കക്കാരൻ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിൽ വാഹനം എടുക്കുമ്പോൾ നല്ല രീതിയിൽ ഒരു വാഹനത്തെ തെറ്റുകൂടാതെ മുന്നോട്ടെടുക്കാനായിട്ട് കഴിയണം. ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് തോന്നിയാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് നൽകുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ, അതുപോലെ നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടുക. ഫസ്റ്റ് ഗിയർ എന്താണെന്ന് അറിയണം. ഫസ്റ്റ് ഗിയർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു പവർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ടോർക്കുള്ള ഒരു ഗിയറാണ് ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഗിയറിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. നമുക്ക് നല്ല കുത്തനെയുള്ള കയറ്റങ്ങൾ അല്ലെങ്കിൽ വലിയ കയറ്റങ്ങൾ, വാഹനം കയറാൻ പറ്റാത്ത ഏരിയകളിലൊക്കെ നമുക്ക് വാഹനം മുന്നോട്ടെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഗിയർ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഗിയർ അത്രയും പവർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ടോർക്കുള്ള ഒരു ഗിയറാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുക്കുമ്പോൾ ചെയ്യുന്ന ആദ്യത്തെ അബദ്ധം എന്ന് പറയുന്നത് അമിതമായിട്ട് ആക്സിലറേഷൻ കൊടുത്ത് വാഹനം എടുക്കുക എന്നുള്ളത്. ഇത് പ്രത്യേകിച്ചും ഡ്രൈവിംഗ് പഠിക്കുന്ന തുടക്കക്കാർ ഈ അബദ്ധം കാണിച്ച് വണ്ടിക്ക് വേഗത കൂടി വണ്ടി ഇടിക്കുന്ന സാഹചര്യം വരാറുണ്ട്. അതുപോലെ തന്നെ വാഹനം പഠിച്ച് ലൈസൻസ് എടുത്ത പലരും തന്നെ വാഹനം മുന്നോട്ടെടുക്കുന്ന സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യും, അമിത ആക്സിലറേഷൻ കൊടുത്തെടുക്കും. കാരണം വണ്ടി ഓഫ് ആകാൻ പാടില്ല എന്നുള്ളൊരു രീതിയിൽ അമിത ആക്സിലറേഷൻ കൊടുത്തെടുക്കുന്ന രീതി പലരും ചെയ്യാറുണ്ട്. വണ്ടിയുടെ വേഗതയൊക്കെ കൺട്രോൾ ചെയ്തെടുക്കും, പക്ഷെങ്കിൽ ആക്സിലറേഷൻ അമിതമായി പോകും. അപ്പോൾ ഈ മിസ്റ്റേക്ക് ചെയ്യരുത്. അപ്പോൾ എങ്ങനെയാണ് ശരിയായ രീതിയിൽ നമുക്ക് വളരെ നല്ല രീതിയിൽ ഒരു വാഹനം ഫസ്റ്റ് ഗിയറിൽ എടുക്കാനായിട്ട് കഴിയുന്നത്? വണ്ടിയുടെ താക്കോല് ഓൺ ചെയ്യുന്നു, വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു, കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ ചേർത്ത് ഇടുകയാണ്, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് വാഹനം മുന്നോട്ട് എടുക്കുമ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ആദ്യം കയറി ആക്സിലറേഷൻ ചവിട്ടരുത്. അപ്പം നമ്മൾ വാഹനം എടുക്കേണ്ടതെന്ന് പറയുന്നത് ബ്രേക്കിൽ നിന്ന് കാല് അയച്ച് ആക്സിലറേറ്റർ പെഡലിലേക്ക് വെച്ചോ, അതിൽ തെറ്റില്ല. പക്ഷെങ്കിൽ ആക്സിലറേറ്റർ പെഡലിലേക്ക് വെച്ചതിന് ശേഷം നമ്മൾ നിരപ്പത്ത് വാഹനം എടുക്കുമ്പോൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ക്ലച്ചിൽ നിന്ന് കാല് പതുക്കെ നമ്മൾ ഇങ്ങോട്ട് അയക്കുന്നത്. നിങ്ങൾ നോക്കുക, വളരെ സാവധാനത്തിൽ ക്ലച്ചിൽ നിന്ന് കാല് ഇങ്ങോട്ട് അയച്ച് വാഹനം മുന്നോട്ട് അനങ്ങാനായിട്ട് തുടങ്ങുന്ന ആ ഒരു ഭാഗം, ആ ഹാഫ് ക്ലച്ച് അല്ലെങ്കിൽ ബൈറ്റിംഗ് പോയിന്റ് ഏതാണോ അത് നമ്മളൊന്ന് കണ്ടെത്തുക. അപ്പോൾ ഈ കണ്ടെത്തുമ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മുടെ വണ്ടി അനങ്ങി തുടങ്ങിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നിങ്ങൾ ആ പോയിന്റ് ക്ലച്ചിൽ ഒന്ന് ബാലൻസ് ചെയ്ത് പിടിക്കണം. അനങ്ങി തുടങ്ങിയെന്ന് തോന്നുമ്പോൾ ഈ ഡ്രൈവിംഗ് പഠിക്കുന്നവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് വീണ്ടും ക്ലച്ച് ചെയ്യുന്ന പെട്ടെന്ന് കാലെടുക്കും. വണ്ടി അനങ്ങി തുടങ്ങി, അതുകൊണ്ട് ക്ലച്ച് ചെയ്യുന്ന എടുത്തു കഴിഞ്ഞാൽ വണ്ടി നീങ്ങും എന്നുള്ളൊരു ചിന്തയിൽ എന്ത് ചെയ്യും, കാലെടുക്കും. അപ്പോൾ വണ്ടി ഓഫ് ആയി പോകും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പോൾ വീണ്ടും ഞാൻ ക്ലച്ച് ചവിട്ടി താഴോട്ട് താഴ്ത്തിയിട്ട് ക്ലച്ചിൽ നിന്ന് പതുക്കെ കാല് ഇങ്ങോട്ട് അയച്ചു വരുന്നു. ഇത് വണ്ടി അനങ്ങി തുടങ്ങുന്നത് എനിക്ക് മനസ്സിലായി. ഞാൻ ക്ലച്ചിൽ അവിടെ ബാലൻസ് ചെയ്ത് വണ്ടി അവിടെ നിർത്തി. ഇപ്പം ഇനി ഞാൻ കാലെടുത്ത് കഴിഞ്ഞാൽ വണ്ടി അനങ്ങും. ആ പൊസിഷനിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഹാഫ് ക്ലച്ച് പോയിന്റ് അല്ലെങ്കിൽ ആ ബൈറ്റിംഗ് പോയിന്റ് ഞാൻ ബാലൻസ് ചെയ്ത് പിടിച്ചു. എന്നിട്ട് ഇനി വണ്ടി എടുക്കുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലച്ചേ മാത്രം എടുക്കാതെ ആക്സിലറേഷൻ കൊടുത്തെടുക്കണം. പക്ഷേ ആക്സിലറേഷൻ കൊടുത്തെടുക്കുമ്പോൾ എന്ത് ചെയ്യരുത്, അമിത ആക്സിലറേഷൻ ആകാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത് നമ്മൾ ഒറ്റയടിക്ക് വണ്ടി എടുക്കുക എന്നുള്ളതല്ല ചെയ്യേണ്ടത്. ആക്സിലറേഷൻ കൊടുത്ത് നമ്മൾ വാഹനം എടുത്തിട്ട് ബ്രേക്കിലേക്ക് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വണ്ടി ഒന്ന് സ്ലോ ചെയ്ത് കൊടുക്കണം. സ്ലോ ചെയ്ത് കൊടുക്കുന്ന സാഹചര്യങ്ങളിലും വണ്ടിയുടെ റണ്ണിങ് നിലനിന്ന് പോകുന്ന രീതിയിലായിരിക്കണം വാഹനത്തെ നിങ്ങൾ സ്ലോ ചെയ്യേണ്ടത്. ചവിട്ടി നിർത്താനായിട്ട് പാടില്ല. ഇപ്പം ഈ വണ്ടി അനങ്ങാനായിട്ട് തുടങ്ങുന്ന പോയിന്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് പിടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, ചെറിയ രീതിയിൽ ആക്സിലറേഷൻ ഞാൻ കൊടുത്തെടുക്കുകയാണ്, റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് പെട്ടെന്ന് ബ്രേക്കിലേക്ക് വരേണ്ടതായിട്ടുണ്ട്, അതും കൂടെ ഞാൻ ഇങ്ങനെ മനസ്സിലാക്കും. അപ്പോൾ ഇതുകൊണ്ട് ഇപ്പം വലതേക്കാല് ഞാൻ ആക്സിലറേറ്റർ പെഡലിലേക്ക് വെച്ചിട്ട് ലൈറ്റായിട്ടൊന്ന്
കൊടുത്ത് ആക്സിലറേഷൻ ചെറുതായിട്ടൊന്ന് കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് പതുക്കെ ഞാൻ അയച്ചിങ്ങോട്ട് എടുത്ത് വണ്ടി അത്യാവശ്യം മൂവ് ആയെന്ന് തോന്നുമ്പോൾ ബ്രേക്കിൽ ഒന്ന് വന്ന് വണ്ടി ഒന്ന് സ്ലോ ചെയ്ത് കൊടുത്ത് വണ്ടി നേരെയാക്കി ചെറുതായിട്ടാണ് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്തു, ആക്സിലറേഷൻ കൊടുത്തതുകൊണ്ടോ നമ്മൾ ക്ലച്ചിൽ നിന്ന് അയച്ചപ്പോൾ നിങ്ങൾ നോക്കുക, നമുക്ക് വാഹനം വളരെ സുഖകരമായിട്ട് തന്നെ ഇതുകൊണ്ട് ഇവിടെ നമുക്ക് നിരപ്പ് റോഡിൽ വണ്ടി എടുക്കാനായിട്ട് കഴിഞ്ഞു. പക്ഷെ ക്ലച്ച് അയക്കുന്നത് ഒന്ന് അയച്ചു കഴിഞ്ഞാൽ സ്പീഡ് ഓവർ ആകാതെ നിങ്ങൾക്ക് വാഹനത്തെ എടുക്കാനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് കരുതുന്നു. ഇനി നിങ്ങൾ ചെയ്യുന്ന രണ്ടാമത്തെ അബദ്ധമാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. ഈ രണ്ടാമത്തെ അബദ്ധം പലരും ചെയ്യുന്നത്, ഒരുപാട് വണ്ടി ഓടിച്ച് പരിചയമില്ലാത്തവരാണ് ഈ രണ്ടാമത്തെ അബദ്ധം ചെയ്യുന്നത്. തുടക്കക്കാരും ഇത് ചെയ്യാറുണ്ട്. അതെന്താണെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം. അതായത് നിരപ്പായിട്ടുള്ള പ്രതലത്തിലാണെങ്കിലും കയറ്റത്തിലാണെങ്കിലും ചെയ്യുന്ന ഒരു മെത്തേഡാണ്. പ്രത്യേകിച്ച് ഇത് നിരപ്പ് റോഡിൽ പലരും ചെയ്യാറുണ്ട്. ഇപ്പൊ കയറ്റത്താണ് വണ്ടി കിടക്കുന്നത്, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതായത് ഇപ്പൊ ഞാനിത് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ്, അതായത് നമ്മൾ ആ ബൈറ്റിംഗ് പോയിന്റ് ഞാനൊന്ന് ബാലൻസ് ചെയ്ത് പിടിച്ചിട്ട് ആക്സിലറേഷൻ കൊടുത്ത് എന്റെ വണ്ടി ഞാനിത് ക്ലച്ചിലും ആക്സിലറേഷനിലുമാണ് നിൽക്കുന്നത്. ഇപ്പം ഇവിടെ വാഹനം നിൽക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത്, നമ്മൾ ഹാഫ് ക്ലച്ചിലും ആക്സിലറേഷനിലും നമ്മൾ ഇതുകൊണ്ട് ഒരേ രീതിയിൽ ബാലൻസ് ചെയ്താണ് വണ്ടി നിൽക്കുന്നത്. ഇങ്ങനെ നമ്മൾ ആക്സിലറേഷൻ നമ്മൾ ക്ലച്ച് ബാലൻസ് ചെയ്തിട്ട് ചിലർ ചെയ്യുന്നതാണ്, ആക്സിലറേഷൻ നന്നായിട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യും, ക്ലച്ചേന്ന് ഒരു ഇച്ചിരി മാത്രം അയക്കും, ശകലം മാത്രം അയച്ചിട്ട് ക്ലച്ച് താങ്ങി പിടിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ആക്സിലറേഷൻ കൊടുത്ത് കുറേ ദൂരം ഇങ്ങനെ ക്ലച്ച് റണ്ണിങ് താങ്ങി പിടിച്ചുകൊണ്ട് ആക്സിലറേഷൻ കൊടുത്ത് ഓടിക്കും. അപ്പം നമ്മൾ ഇവിടെ ഇത്തിരി ക്ലച്ച് ഒന്ന് താഴ്ത്തിയിട്ട് ആക്സിലറേഷൻ കൊടുത്താൽ ക്ലച്ച് എരച്ച് നിൽക്കും. നിരപ്പായിട്ടുള്ള റോഡിൽ ഇങ്ങനെ വണ്ടി ഓടിച്ചാലുള്ള മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്, നിങ്ങളുടെ വാഹനത്തിന്റെ ക്ലച്ച് കംപ്ലൈന്റ് ആണ്, ഓവർ ഫ്യൂവൽ കത്തിത്തീരും. ഇത് ചെയ്യരുത്. ഇനി നിങ്ങൾ ചെയ്യുന്ന മൂന്നാമത്തെ അബദ്ധമാണ് ഞാൻ പറയുന്നത്. അതായത് ഇതുപോലെ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് എന്ത് ചെയ്യും, ഒരുപാട് നേരം ഫസ്റ്റ് ഗിയറിൽ ഓടിക്കും, സെക്കൻഡ് കൊടുക്കത്തില്ല, ഫസ്റ്റ് ഗിയറിൽ കുറേ ദൂരം ഓടിക്കുന്ന ഒരു അബദ്ധം ഒരുപാട് തുടക്കക്കാർ ഡ്രൈവിങ്ങിൽ ചെയ്യാറുണ്ട്. കാരണം ഇത് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ വാഹനം എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, വണ്ടി ഒന്ന് മൂവ് ആക്കുക, ഉടൻ തന്നെ സെക്കൻഡ് കൊടുക്കുക. കാരണം ഡ്രൈവിങ്ങിൽ ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നത് നമുക്ക് ഒരു വാഹനത്തെ മുന്നോട്ടെടുക്കാനായിട്ടുള്ള ഒരു ഗിയറാണ് ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ വണ്ടി മുന്നോട്ടെടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ, വണ്ടിക്ക് മൂവിങ് ഉണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം, ആക്സിലറേഷൻ കുറച്ചിട്ട് ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയർ ഇട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മറ്റ് ഗിയറിൽ ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. പരമാവധി ഫസ്റ്റ് ഗിയർ നമ്മൾ വാഹനം എടുക്കുന്ന സാഹചര്യങ്ങളിൽ, വണ്ടി ഒരു കയറ്റത്ത് എടുക്കുന്ന സാഹചര്യങ്ങളിൽ, നമ്മൾ ഓടിച്ചു പോയിട്ട് എവിടെയെങ്കിലും വാഹനം തീർത്തും സ്ലോ ആകുന്ന സാഹചര്യങ്ങളിലൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നത്. അങ്ങനെ ഫസ്റ്റ് ഗിയറിനെ നിർബന്ധമായിട്ട് മനസ്സിലാക്കിയിട്ട് ഡ്രൈവ് ചെയ്യുക. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പതിവ് പോലെ തന്നെ പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെന്ന് തോന്നിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകുക. ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റ് ബോക്സിൽ എഴുതിയിടുക. ഞാൻ ചെയ്യാത്ത വീഡിയോ ആണെങ്കിൽ ചെയ്തിടാം. പരമാവധി എല്ലാ കമന്റ്സിനും റിപ്ലൈ തരാനായിട്ട് ഞാൻ ശ്രമിക്കാം. ലേണേഴ്സ് ലൈസൻസ് ഇല്ലാതെ പൊതുനിരത്തിൽ ഒറ്റയ്ക്ക് വാഹനം ഓടിക്കുന്നതോ സ്വയം ഓടിക്കാൻ പഠിക്കുന്നതോ ശിക്ഷാർഹമാണ്. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടുകൂടി ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ ശിക്ഷണത്തിൽ ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. അപകടം ഒഴിവാക്കൂ.